കുഞ്ഞെന്തോ വരുന്നു. ജോലി കാത്തിൻ്റെ ഐസി ആശയങ്ങളിലും ആകൃഷ്ടരായി ഇന്ന് ഈ സംഘടനയോടൊപ്പം എത്തിച്ചേരാൻ എത്തിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മുടെ ഇന്നത്തെ അധ്യക്ഷൻ കൊല്ലം ജില്ലയുടെ നമ്മുടെ പ്രസിഡന്റ് ശ്രീ മുകേഷ് കുമാർ നാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല INTUസിയുടെ സംസ്ഥാന പ്രസിഡന്റായ ആർ ചന്ദ്രശേഖരൻ അവരുടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇതിന്റെ അംഗത്വ തിരഞ്ഞെടുപ്പിനായിട്ട് നമ്മുടെ കൊല്ലം DCC പ്രസിഡന്റ് ശ്രീ P രാജേന്ദ്ര പ്രസാദ് അവരുടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കൺവെൻഷൻ മുഖ്യ പ്രഭാഷണം നയിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ആരാധനായ കൊല്ലം മേയർ ശ്രീ AK ഹഫീസ് അവരുടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വീകരണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജയപ്രകാശ് അവരെ ക്ഷണിക്കുന്നു. ചില വിഷയങ്ങൾ ഗവൺമെന്റ് പരിഹരിച്ചുകൊണ്ടുള്ള ഉത്തരവുകൾ നമുക്ക് നൽകിയെങ്കിലും ആ ഉത്തരവിലൂടെ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങളും കവർന്നെടുക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ ഉണ്ടായ സംഭവങ്ങളും നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ശമ്പള പരിഷ്കരണം ഒരു ഗവൺമെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിനെ തുടർന്ന് നമ്മളെപ്പോലെ ജോലി ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളും ആ ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിനെ സമീപിക്കും. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തും നാം അങ്ങനെ ശമ്പള പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട മാനേജ്മെന്റ് ബോർഡ് തീരുമാനമെടുത്ത് ഗവൺമെന്റിലേക്ക് അനുവാദത്തിനായി അയച്ചെങ്കിലും ആ ഗവൺമെന്റ് അത് വെച്ച് കളിക്കുക മാത്രമല്ല അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന സമീപനം എടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണ്. അവസാനം നിരവധിയായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും അതിനോടൊപ്പം തന്നെ പണിമുടക്കുൾപ്പെടെയുള്ള വിഷയങ്ങൾ നടത്തേണ്ടതും ഒറ്റയ്ക്കും കൂട്ടായും സമരം ചെയ്തുകൊണ്ടാണ് നാം ആനുകൂല്യങ്ങൾ നേടിയെടുക്കേണ്ടി വന്നത്. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഗവൺമെന്റ് മറ്റൊരു ഭാരം നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, 5 പൈസയായി നാം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അടച്ചുകൊണ്ടിരുന്ന ഗാലനേജ് ഫീ ഒരിക്കലും നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു എമൗണ്ട് അല്ല. ഒരു വർഷത്തേക്ക് നാം എക്സൈസിലേക്ക് ഗാലനേജ് ഫീ എന്ന ഒരു നികുതി അടയ്ക്കേണ്ടി വരുന്നത്. അതേ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുറത്തുനിന്നുള്ള ചില ആൾക്കാരുമായിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എന്തുകൊണ്ടാണ് ഗവൺമെന്റ് എടുക്കേണ്ടി വന്നതെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുകയും അദ്ദേഹം അതിൽ മറികടക്കുവാൻ വേണ്ടിയുള്ള ഒരു പഠനം നടത്തിക്കൊണ്ടുള്ള ഒരു പ്രപ്പോസൽ ഗവൺമെന്റിലേക്ക് ടാക്സസിലേക്ക് സമർപ്പിക്കുകയും അത് സമർപ്പിച്ച് അത് ഒഴിവാക്കിയെടുക്കുവാൻ വേണ്ടിയുള്ള മന്ത്രിയുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആകെ ഞങ്ങൾക്ക് ഈ 3 മാസത്തിനകത്ത് 1 മണിക്കൂർ കൂടുതൽ ഒരു മീറ്റിംഗ് നടന്നിട്ടുള്ളത് ഒരു പ്രാവശ്യം മാത്രമാണ് ഒരു ഭരണകക്ഷ സംഘടനയുടെ നിലയിൽ.
അന്ന് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് മന്ത്രിയോട് ആവശ്യപ്പെട്ടതും ഈ ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ നമ്മളോടൊപ്പം ഉണ്ടെന്നും തീർച്ചയായിട്ടും ഇങ്ങനെയാണ് കടന്നു പോകുന്നതെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോൾ തനത് ഫണ്ടിൽ നിന്ന് തന്നെ ഇത് നൽകി ഈ സ്ഥാപനം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ള തിരിച്ചറിവ് നടത്തുകയും ഈ വിഷയം പരിഹരിക്കുന്നതിന് നമ്മളോടൊപ്പം ഈ സ്ഥാപനത്തിനോടൊപ്പം മന്ത്രി ഉണ്ടാകുമെന്നും നമുക്ക് ഉറപ്പു തരികയും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പകർപ്പ് ഉത്തരവാദിത്തപ്പെട്ട മേലധികാരികൾ എനിക്ക് നൽകുകയും ഞാനത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രൈവറ്റ് സെക്രട്ടറി അനിൽകുമാർ സാറിനോട് ഈ സാധനം കൊണ്ടുപോയി അദ്ദേഹത്തിനോട് സംസാരിക്കുകയും വിഷയം അവതരിപ്പിക്കുകയും ആ ഓഫീസിൽ നിന്ന്, കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു ധനകാര്യമന്ത്രിയുടെ ഓഫീസും കൂടെയാണ്, ധനകാര്യമന്ത്രിയുടെ കൂടി അനുവാദം ഈ വിഷയത്തിൽ നമുക്ക് വേണ്ടിവരും. അതിനാൽ ഈ വിഷയം നമുക്ക് നാളുകളിൽ വളരെ നല്ല രീതിയിൽ പരിഹരിച്ചെടുക്കുവാൻ സാധിക്കുമെന്ന് ഒരു വിശ്വാസപൂർവമായ ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ പുതിയതായിട്ട് വന്ന യോഗേഷ് ഗുപ്ത സാർ. പുള്ളി ഒരു പ്രപ്പോസൽ കൊടുത്തത് ജ്യോതിലാൽ സാറ് ഫൈനാൻസ് സെക്രട്ടറിയുടെ അടുത്താണ് ആ ഫയൽ ഇരിക്കുന്നത് എന്നുള്ളത് വിവരം അദ്ദേഹത്തിനെ അറിയിച്ച ആ നിമിഷം തന്നെ പിറ്റേന്ന് പുള്ളി പോയി ജ്യോതിലാൽ സാറിനെ കാണുകയും വിഷയങ്ങൾ അവതരിപ്പിക്കുകയും കുറച്ചുകൂടി മോഡിഫൈ ചെയ്തുകൊണ്ടുള്ള പുള്ളിയുടേതായ രീതിയിൽ ഗവൺമെന്റിലേക്ക് 1000 കോടി രൂപ അധികമായി മറ്റു മാർഗത്തിലൂടെ കണ്ടെത്തി, അതായത് ചെറിയ വില വർധനയോടുകൂടി വർധനവുണ്ടായി 1000 കോടി രൂപ ഗവൺമെന്റിലേക്ക് അധികമായി എത്തിക്കുന്ന പ്രപ്പോസല് സമർപ്പിക്കുകയും ഇതിനൊരു ശാശ്വത പരിഹാരത്തിനുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലില്ലാത്തതിനാൽ അദ്ദേഹത്തിന്റെ ഒരു മകന് വളരെ വലിയ രീതിയിലുള്ള പ്രയാസമാണ്. നിങ്ങളുടെ കൊല്ലംകാരനാണ്, ഇന്നിവിടെ ഇല്ല, പക്ഷെ നമ്മുടെ സംഘടനയിലുള്ള ഒരാളാണ്, മറ്റൊരു ജില്ലയിൽ ജോലി ചെയ്യാം. വലിയ പ്രയാസമാണ് ആ കുടുംബത്തെ അത് വേട്ടയാടിക്കുന്നത്. കാരണം നമ്മുടെ ജോലി ഏറ്റവും കൂടുതൽ ജീവനക്കാർ ജോലി ചെയ്യുന്നത് ഷോപ്പിലാണ്. രാവിലെ 9:30 എത്തുന്ന ജീവനക്കാർ രാത്രി 9:30 പുറത്തു പോകുന്നത്. അപ്പൊ അവര് മുൻകാലങ്ങളിൽ അവരെ പരിഗണിച്ചുകൊണ്ടിരുന്നത്, എല്ലാ MD-മാരും അവരെ ചേർത്ത് പിടിച്ചത് ഏറ്റവും നല്ല അവരാഗ്രഹിക്കുന്ന ഷോപ്പുകളിലോട്ടോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ വെയർ ഹൗസുകളിലോ RM ഓഫീസിലോ കൊടുത്ത് അവരെ ചേർത്ത് നിർത്തുക എന്നുള്ളതായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളിൽ അങ്ങനെയല്ല സംഭവിച്ചത്. ആ സംഭവത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സസ്പെൻഷനുകളും ഒരുപാട് ട്രാൻസ്ഫറുകളും ഉണ്ടായതിന്റെ ഭാഗമായി നിരവധി ജീവനക്കാർ വളരെ വലിയ പ്രയാസങ്ങൾ നേരിടുകയുണ്ടായി. ആ കാലഘട്ടത്തിലുണ്ടായ സസ്പെൻഷൻ യഥാർത്ഥത്തിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. പ്രിയപ്പെട്ട അജിത് കുമാർ സാറിൻ്റെ അടുത്ത് ഈ വിഷയങ്ങൾ കൃത്യമായി പറയുകയും അദ്ദേഹം വന്നതിന് ശേഷം 40ഓളം ജീവനക്കാരെ തിരിച്ചെടുത്തിട്ടുണ്ട്. അജിത് കുമാർ സാറിന്റെ കാലത്ത് 40ഓളം ജീവനക്കാരെ തിരിച്ചെടുത്തു. അവരെല്ലാവരെയും അതാത് ജില്ലയിൽ തന്നെ അവരാഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് ആണ് തീരുമാനം നൽകിയത്. അത് കൃത്യമായ രീതിയിൽ അതിനെ നേരിടുക തന്നെ ഡോക്കോ എംപ്ലോയീസ് അസോസിയേഷൻ ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം വൈറ്റ് പേപ്പർ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്തപ്പോഴത്തേക്ക് അതില് ഡോക്കോയിനെയും സപ്ലൈകോയിനെയും ഒരുമിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ശുപാർശ വന്നു. ആ ശുപാർശ വന്നപ്പോൾ തന്നെ എന്ത് പറ്റി? മറ്റ് സംഘടനകളും അല്ലാതെയുള്ളവരും വീണ്ടും ഡോക്കോയെ നഷ്ടത്തിലാക്കാൻ പോകുന്നു, ഡോക്കോയുടെ അധമതലത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു, ഇതുപോലെയുള്ള നഷ്ടത്തിൽ പോകുന്ന ഒരു സ്ഥാപനമായിട്ട് ലയിപ്പിക്കാൻ പോകുന്നു, നടപടികൾ ആരംഭിച്ചു. ഇതാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഉള്ള സ്ഥിതി. അതുകൊണ്ട് നിങ്ങൾ അറിയണം, ആരോട് നമുക്ക് അന്വേഷിക്കേണ്ടത്? എന്റെ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട 3-4 പേരുമായിട്ട് കൃത്യമായിട്ടും ഒരു തൊഴിലാളി ഒരു സംഘടന തിരഞ്ഞെടുക്കുന്നു. ഒരു തൊഴിലാളി ജോലി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ജോലിയുടെ ഭാഗമായി അവർക്ക് അവരുടേതായ മാനസികമായി ചേർന്ന് പോകാവുന്ന, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സംഘടന എന്ന നിലയിലാണ് നിങ്ങൾ ഈ INTC പ്രസ്ഥാനത്തിനെ കാണുന്നത് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു സാഹചര്യം കൂടിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിൽ 10 വർഷത്തിൽ അധികാരത്തിലിരുന്ന ഒരു ഗവൺമെന്റിന്റെ സമഗ്ര മേഖലകളിലുമുള്ള ആധിപത്യം, ഒരു സംഘടനാപരമായ ആധിപത്യത്തിന്റെ
ഒരുപാട് ദോഷങ്ങൾ പേറി നിൽക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും. ഇപ്പൊ NHMന്റെ നാഷണൽ ഹെൽത്ത് മിഷന്റെ ആളുകൾ 7000-ഓളം ആളുകളാണ് INDCയിൽ ചേർന്ന് പ്രവർത്തിക്കാനായി കഴിഞ്ഞ ദിവസം തീരുമാനിച്ചത്. 7000 പേര്. അതുപോലെ തന്നെ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ സംഘടന, അതൊരു സ്വതന്ത്ര സംഘടനയായി നിന്നവരാണ്. അവരൊന്നിച്ച് INDCയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടായാലും ആ സംഘടനയിൽ അംഗത്വമുള്ള ആളുകളെ, അവരുടെ ആവശ്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി ഓരോ വിഭാഗത്തിലുമുള്ള, ഓരോ കാറ്റഗറിയിലുമുള്ള ആളുകളുടെ, ജേക്കബ് എല്ലാ കാറ്റഗറികളെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു, ഓരോ കാറ്റഗറിയിലുമുള്ള ആളുകളുടെ ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റുകളുമായി വളരെ കൃത്യമായി ഇടപെട്ട് ചർച്ച ചെയ്ത് നിങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകളെ സഹായിച്ച് അവർക്കൊരു സംരക്ഷണ കവചം തീർത്ത് അവരുടെ ഭാവി ശോഭനമാക്കാനും അവരുടെ ജീവിതത്തിലെ തൊഴിൽ ഇടങ്ങളിലെ അവർക്ക് ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നേടിയെടുത്തു കൊടുക്കുവാനും അതിന് സാമന്താനം ഭേദം ദണ്ണം എന്ന രീതിയിൽ മാനേജ്മെന്റുകളുമായി ചർച്ച ചെയ്യാനും അത് കുറച്ചുകൂടി കർക്കശമാക്കാനും അംഗീകരിക്കുന്നില്ലെങ്കിൽ അടുത്ത വഴികളിലേക്ക് പോകാനും സമരത്തിലേക്ക് വേണ്ടി വന്നാൽ പോകാനും ഒക്കെയുള്ള സുസജ്ജമായ സുസംഘടിതമായ ഒരു സംഘടനാ സംവിധാനമാണ് നമുക്ക് എല്ലാ മേഖലയിലും ഉണ്ടാകേണ്ടത്. ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. 79 വർഷം ഈ രാജ്യം സ്വാതന്ത്ര്യത്തിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഈ നാട്ടിൽ ആകമാനം ആശങ്ക നിറയ്ക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ. ഞാൻ കോഴിക്കോട് തന്നെ ഇന്ന് രാവിലെ കോഴിക്കോട് കോർപ്പറേഷന്റെ കൗൺസിൽ ഹാളിൽ ഒരു വിഭാഗം ആളുകൾ ദേശീയ ഗാനം പാടുന്നു. അവിടെ നിന്നുകൊണ്ട് തന്നെ കുറച്ചാളുകൾ അതിനേക്കാൾ ഉച്ചത്തിൽ വന്ദേ മാതരം പാടുന്ന സാഹചര്യം ഉണ്ടാകും. ദേശീയ ഗാനം എന്ന് പറയുന്നത് എന്താണ് എന്ന് തിരിച്ചറിയാൻ ഈ കാലഘട്ടത്തിൽ ആളുകൾക്ക് കഴിയാതെ വരുന്നു എന്ന് കാണുന്നത്. അതിൽ രാഷ്ട്രീയമില്ല എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ ആ ദേശീയ ഗാനം ഈ രാജ്യത്തിന്റെ, രാഷ്ട്രത്തിന്റെ മുഴുവൻ ആളുകളും ഒന്നിച്ച് എല്ലാ മനസ്സോടും കൂടി പാടേണ്ടുന്ന ദേശീയ ഗാനത്തിന് പകരം പുതിയ ചില അവതരണ ശൈലികൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന രാജ്യമായി നമ്മുടെ ഈ രാജ്യം മാറുന്നു എന്ന് കാണുന്നത് ഏറെ ഭയത്തോടും അതിനേക്കാൾ ഉപരി ആശങ്കയോടുകൂടി കാണേണ്ട ഒരു സമയമാണ്. ഒരു രാജ്യത്തിനാകമാനം സ്വാതന്ത്ര്യം നേടിത്തരാം. അപ്പൊ നമുക്കൊന്നും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ല, എനിക്ക് പോലും മനസ്സിലാവില്ല. സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നൊരു കാലത്ത് ജീവിച്ച നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അപ്പൂപ്പനോ അമ്മമ്മയോ വാപ്പയോ ഉമ്മയോ വല്യപ്പയോ ഉമ്മയോ അങ്ങനെയൊക്കെയുള്ള ഒരാളുകളുടെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയും. തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആര് ഭരിക്കുന്നു എന്ന് നോക്കാതെ സമരസംഘടന എന്ന നിലയിൽ നിൽക്കുന്ന ഒരു സംവിധാനത്തിന്റെ കുടക്കീഴിലാണ് നിങ്ങൾ വന്നതെന്നുള്ളതിന് ധൈര്യസമയം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇതേ സംബന്ധിച്ചുള്ള നമ്മുടെ ഭരണ സംവിധാനത്തിൽ 2 മാസക്കാലം മാത്രമായിട്ടുള്ളത്. ഭരണ സംവിധാനം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായേക്കാം. പുതുതായി കടന്നു വരുന്നവരെ സംബന്ധിച്ച് ചില സംശയങ്ങളൊക്കെ ഉണ്ടാകും. ഇന്നലകളിലൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിരുന്ന സംരക്ഷണവും ഇന്നലകളിൽ ഞങ്ങൾക്ക് കിട്ടിയിരുന്ന എല്ലാ ആനുകൂല്യങ്ങൾക്കും ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നുള്ളത് സംശയമുണ്ടാകാം. ആ സംശയം നിലനിൽക്കുമ്പോൾ മറ്റൊരു പ്രധാന കാര്യം, കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ ബുദ്ധിമുട്ടും അനുഭവിച്ച് എല്ലാ ചവിട്ടും തൊഴിയും എന്നുള്ളത് നാടൻ ഭാഷയുണ്ടല്ലോ. ആ ചവിട്ടും തൊഴിയും അനുഭവിച്ചവർ ഇപ്പോ ഭരണത്തിൽ വരുമ്പോൾ ഞങ്ങളെയൊക്കെ തഴയപ്പെടുവോ എന്നുള്ള സംശയം ഉണ്ടായേക്കാം. ആർക്കും ഒരു ബുദ്ധിമുട്ടും വേണ്ട. വളരെ ഭംഗിയായി VD സതീശനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് മുന്നിൽ സമർപ്പിക്കുന്ന ഒരു വിഷയം അത് തെറ്റാണോ ശരിയാണോ എന്ന് മാത്രം അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തണം. എന്ത് വിഷയങ്ങളായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് പുതിയ യാത്രയുമായി കടന്നു വന്നപ്പോൾ കൊല്ലത്തെ ചുമട്ടുതൊഴിലാളികളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ സമർപ്പിച്ചു.
അത് ESIയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു. അപ്പോൾ അദ്ദേഹം, ഞാൻ ധരിച്ചത് സാധാരണഗതിയിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പൊതുവെ യാത്രയിൽ പത്രസമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹത്തെ കൊണ്ട് അത് സംസാരിപ്പിക്കാൻ കഴിയുമോ എന്ന് ഉദ്ദേശം വെച്ചിട്ട് അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് സൂചിപ്പിച്ചത് വ്യക്തമായ രേഖാസഹിതമുള്ള കണക്കുകൾ ഇത് നടപ്പാക്കാൻ കഴിയുന്നതാണോ എന്ന് എനിക്ക് ബോധ്യപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ഞാൻ പറയാം. നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു വിഷയം തെരഞ്ഞെടുപ്പ് പ്രാധാന്യത്തിന് വേണ്ടി, തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഞാൻ അവിടെ പറയാൻ ബുദ്ധിമുട്ടാണ്. ഓഫീസർ കാര്യം ചെയ്തതിന് മുഴുവൻ കണക്കും എടുത്ത് പൂർണ്ണ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ നമുക്കത് അവതരിപ്പിക്കാം. അടുത്ത യോഗത്തിലാകട്ടെ എന്നാണ് അദ്ദേഹം. അതിന്റെ അർത്ഥം ആരെങ്കിലും വന്ന് പറഞ്ഞാൽ പോരാ, വ്യക്തമായ തെളിവുകൾ സഹിതം അദ്ദേഹത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തിയാൽ, ആ ബോധ്യപ്പെടുത്തുന്ന വിഷയം ശരിയാണെന്ന് മനസ്സിലാക്കിയാൽ പൂർണ്ണമായി എന്ത് ബുദ്ധിമുട്ടുകളുണ്ടായാൽ ആരൊക്കെ എതിർത്താലും നടപ്പാക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് ഇന്ന് നമ്മുടെ ഭരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ വി. ഡി. സതീശൻ. അതുകൊണ്ട് ധൈര്യസമേതം ഈ സംഘടനാ സംവിധാനം INTUCക്ക് നിങ്ങൾക്ക് ധൈര്യമായി മുന്നോട്ട് പോകാൻ കഴിയും. ഈ സംഘടനാ സംവിധാനം ആര് മാറി നിന്ന് എത്ര നേതൃത്വ രംഗത്ത് നിങ്ങൾ വമ്പന്മാരെന്ന് പറഞ്ഞാലും INTUCയുടെ ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടിനകത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ INTUC എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളത് കാലം തെളിയിക്കുന്നുണ്ടെന്ന് സംശയവും വേണ്ട. ഇന്നലകളിൽ പലരും INTUCക്കെതിരെ ആരൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചാലും അതൊക്കെ നൈമിഷികമായി നിൽക്കുന്ന കുറെ ദിവസങ്ങൾ മാത്രം നിൽക്കുന്ന, അല്ലെങ്കിൽ കുറെ നിമിഷത്തേക്ക് മാത്രമേ അതിന് ആയുസുള്ളൂ എന്നുള്ളത് ഭാവി തെളിയിക്കും. ഒരു സംശയവും വേണ്ട. INTUCയുടെ ശക്തമായ ഒരു സംവിധാനവുമായി വന്നെത്തിയ മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിക്കുന്നു. നിങ്ങളുടെ ധാരാളം വിഷയങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ പ്രസിഡന്റും അതുപോലെ നിങ്ങളുടെ വർക്കിംഗ് പ്രസിഡന്റും ഒക്കെ അവിടെ സൂചിപ്പിച്ചു, അത് ജനറൽ സെക്രട്ടറി ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ വിഷയങ്ങളിലൊക്കെ കൂട്ടായിട്ട് അത് ഗവൺമെന്റിനെ കൊണ്ട് സമർപ്പിക്കേണ്ടതാണെങ്കിൽ, ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതാണെങ്കിലും അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് കൂട്ടായ നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും. ധാരാളം അവസരങ്ങളുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികളാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി മുന്നോക്കം നിൽക്കാൻ കഴിയുന്ന ഒരു വിഭാഗം തൊഴിലാളികളാണ്. INTUCക്ക് ഒരു മുതൽക്കൂട്ടായി മാറേണ്ടത് മാത്രം ആശംസിച്ചു നിർത്തുന്നു. നമസ്കാരം. കൂടുതലുള്ളതാണത് ജേക്കബണ്ണയ്ക്ക് അറിയാം. ഓരോ ദിവസവും പറഞ്ഞാൽ വെറുതെ പറയുന്നല്ല, ഓരോ ദിവസവും വൈകുന്നേരം രാത്രിയിൽ എന്നെ ഇവിടുന്ന് 2 പേരാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ധൈര്യവും എനിക്ക് ഭയങ്കര സപ്പോർട്ടും തന്നത് ഉകേഷും സജിമോനുമാണ്. എനിക്ക് അവരുടെ ആ ഒരൊറ്റ സപ്പോർട്ട് കാരണമാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത്. അതെന്ന് വെച്ചാൽ ഇന്ന് 9 മണിക്കാണ് അവിടെ നമ്മുടെ ഹെഡ് ഓഫീസിലെ പരിപാടി കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഉടനെ ഞാൻ ബസ്സിന് പോരുമായിരുന്നു. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ എന്നെ രാവിലെ 7 മണിക്ക് ഹസ്ബൻഡ് ഹെഡ് ഓഫീസിലേക്ക് കൊണ്ടുവിട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞ കൊല്ലത്തൊരു പരിപാടി ഉണ്ടെന്നോ. സാധാരണ എല്ലാം ഞാൻ പറയുന്നതാണ്, ഇത് വരാത്തോണ്ട് ഞാൻ പിന്നെ പറഞ്ഞതുമില്ല. അപ്പൊ എന്റെ ഹസ്ബൻഡോട് നീ എന്നോട് പറയാൻ ചോദിച്ചു. അപ്പോഴാണ് ഞാൻ പറഞ്ഞ 10:30 എനിക്ക് പോകാൻ പറ്റില്ല. എപ്പോഴും എന്നോട് പറഞ്ഞു നീ പോയേ പറ്റുള്ളൂ, ഇത്തിരി താമസിച്ചാണല്ലോ അവിടെ എത്തണം എന്ന് പറഞ്ഞ് പേഴ്സ് പോലും ഞാൻ എടുത്തിട്ടില്ല. കയ്യിലിരുന്ന് പൈസ എടുത്തന്നെ ഇറക്കിയിട്ട് 9 മണിക്ക് ബസ് കയറി പോയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് എന്നെ ഇട്ടതാണ്. എനിക്ക് ഈ തന്ന സപ്പോർട്ടും ആ ഒരു ധൈര്യം ഇവര് തന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ വന്നത്. വന്നു കഴിഞ്ഞിപ്പോ ഇത്ര ആൾക്കാർ വന്നിരിക്കുമെന്ന് സത്യത്തിൽ ഞാൻ വിചാരിച്ചില്ല. ഇത്ര മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചില്ല. എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ എനിക്ക് നിങ്ങളോട് പുതിയ ആൾക്കാരോട് പറയാനുള്ളത്, നമ്മളെ കൊണ്ട് കഴിയുന്നത് ന്യായമായ കാര്യം എന്താണെന്നെങ്കിലും നമ്മുടെ വ്യക്തിപരമായ കാര്യം മാറ്റി നിർത്തിയിട്ട് നിങ്ങളുടെ കാര്യത്തിനായിരിക്കും ഞങ്ങൾ മുൻഗണന തരുന്നത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളോട് സംസ്ഥാന കമ്മിറ്റിയോട് വിളിച്ച് പറയാം, നിങ്ങളുടെ ജില്ലാ കമ്മിറ്റിയോട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ പ്രയാസങ്ങളും എന്താണ് ആവശ്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ സംഘടനയ്ക്കകത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്നെ പേഴ്സണലായിട്ടും വിളിക്കാം. ഇവിടുന്ന് എല്ലാവരും വിളിക്കുന്നുണ്ട്. എനിക്ക് ഇത് ഹെഡ് ഓഫീസിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ എന്തൊക്കെയാണെങ്കിലും അത് മാക്സിമം ചെയ്തു തരാൻ പറ്റുന്നുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പം എനിക്ക് എല്ലാവിധ ആശംസകളും നേരിടാണ്. INTUCയിലേക്ക് പോകില്ല. അപ്പൊ ജേക്കബിന് ഇരിക്കാണ് എന്ത് വേണം, ജേക്കബിനെ ഞങ്ങളടക്കത്തില്ല, ഈ പെട്ടെന്നൊന്നും പറയത്തില്ല. ജേക്കബ് ഞങ്ങളാണ് പറഞ്ഞ് പോരാ, അതിൽ നമുക്ക് തൊഴിലാളികളുടെയിലേക്ക് പോകാൻ പറ്റില്ല, നമ്മൾ ഇവിടെ വെച്ച് സമരം ആരംഭിക്കുകയാണ്. അന്നാണ് നമ്മൾ അവിടെ വെച്ച് 48 മണിക്കൂർ വ്യാപക സമരം നടത്തുന്നത്. ഇന്ന് അന്ന് നമ്മൾ ആ ഷിഫ്റ്റ് നമ്മൾ നിർത്തിവെക്കുന്നു, അതിനുശേഷം കംപ്ലീറ്റ് ഒഴിവാക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പ്രതീക്ഷയോടുകൂടിയാണ് തൊഴിലാളികൾ ഈ സർക്കാരിനെ കാണുന്നത്. ഞങ്ങളെല്ലാം വളരെ പ്രതീക്ഷയോട് കാണുകയാണ്. പക്ഷേ നമ്മുടെ സ്ഥാപനത്തിനും തൊഴിലാളികൾക്കും ബുദ്ധിമുട്ടായി വരുന്ന പ്രശ്നങ്ങളിൽ സമരം ചെയ്യുവാൻ ഈ സംഘടന ആദ്യമേ ഉണ്ടാകും, മുൻപന്തിയിൽ ഉണ്ടാകും എന്ന് മാത്രം ഉറപ്പു നൽകിക്കൊണ്ട് ആദ്യമായി ഈ INTUC ഓഫീസിലേക്ക് ആദ്യമായി വന്ന മുഴുവൻ തൊഴിലാളികളെയും സംഘടനയുടെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്, ജയ് INTUC. അതോടൊപ്പം
സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കാം എന്നൊക്കെ വീണ്ടും വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ഹാളിൽ ഇരുന്ന് ചർച്ച ചെയ്യാം. പ്രിയപ്പെട്ട ആബാജി പറഞ്ഞതുപോലെ കഴിഞ്ഞ ജില്ലാ സമ്മേളനം ഇവിടെ നടക്കുമ്പോൾ ഇന്നത്തെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ PC വിശ്വനാഥ് അവർകളാണ് ആ യോഗം ഉദ്ഘാടനം ചെയ്തത്. അന്ന് ആ യോഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇനി അടുത്ത സമ്മേളനം വരുമ്പോൾ ഈ ഹാള് നിറഞ്ഞു കവിയുമെന്ന്. അതിന്റെ ഒരു സന്തോഷം എനിക്കുമുണ്ട്. ഇപ്പോൾ അടുത്ത സമ്മേളനമായില്ല, ഒരു സ്പെഷ്യൽ കൺവെൻഷനാണ്. പുതിയതായി വന്നവരെ സ്വീകരിക്കുകയും ഒരു സ്പെഷ്യൽ കൺവെൻഷനുമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ശരിക്കും അടുത്ത ജില്ലാ സമ്മേളനം വരുമ്പോൾ ഈ ഹാള് തികയാതെ വരും. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അതിവിശാലമായ ഒരു പുതിയ വലിയ ഓഡിറ്റോറിയം അപ്പുറത്ത് തന്നെ പങ്കിട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ വെച്ച് ഇതിലും ഗംഭീരമായ ജില്ലാ സമ്മേളനം നടത്തണം. ഇതിലേക്ക് കടന്നു വന്ന മുഴുവൻ പേരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സംവിധാനം ആണ് നില അത് അടിസ്ഥാനപ്പെടുത്തിയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അത് പെട്ടെന്ന് ഇല്ലാതാവുമ്പോൾ അത് ജീവനക്കാരെ വളരെയധികം ബാധിക്കുന്ന ഒരു നടപടിയായിരുന്നു. അത് പിൻവലിച്ചതിന് ജേക്കബണ്ണനും സംഘടനയ്ക്കും വളരെയധികം നന്ദി പറയുന്നു. അതുപോലെയാണ് കുപ്പി എടുക്കുന്നത്. നമ്മുടെ അവിടെ 1630 ഷോപ്പിൽ ഈ പ്ലാസ്റ്റിക് കുപ്പി തിരിച്ചെടുക്കുന്നൊരു പ്രക്രിയ നിലനിന്നിരുന്നു. ഞാനെടുത്ത് കഴിഞ്ഞ ഒരു വർഷത്തോളം ആയി അത് തുടങ്ങിയിട്ട് ഏകദേശം 28 ലക്ഷം രൂപയോളം വരുമാനം ഉണ്ടെങ്കിലും ഏകദേശം നമുക്കൊരു സെയിലിനൊക്കെ ഒരു 3 കോടി രൂപയെങ്കിലും ആ ഷോപ്പിൽ ഈ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് നഷ്ടം വന്നിട്ടുണ്ട്. ദിവസേന ഒരു 2-2.5-3 ലക്ഷം രൂപയോളം കുറവ് സംഭവിച്ചു. അടുത്ത് മറ്റ് കടകളൊന്നും ഇല്ലാത്തതിന് നമ്മളെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ കിട്ടുന്നെങ്കിലും അതൊരു ഇത്തരത്തിലുള്ളൊരു നടപടികൾ നമ്മുടെ കോർപ്പറേഷന് ഒരിക്കലും നല്ലതല്ല. ഇനി ഇത്തരത്തിലുള്ള നടപടികളെ എതിർക്കാൻ ഈ സംഘടന ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ നമ്മുടെ ജീവനക്കാർക്ക് നന്മ മാത്രം നൽകുന്ന നടപടികൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ പ്രസംഗം ഏറ്റെടുത്താൽ അത് ആർജവത്തോടെ ചെയ്യാൻ തക്കതായിട്ടുള്ള ഒരു ശേഷിയുള്ള നേതൃത്വം ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. ആ ഒരു നേതൃത്വ പാഠവും മറ്റ് സംഘടനകളിലൊന്നും എനിക്ക് ബോധ്യപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ സംഘടനയിലെ നല്ല പറയുന്ന ആർജവമുള്ള കർമ്മശേഷിയുള്ള ഒരു നേതൃത്വ പാഠവും നമ്മൾ കാണുന്നുണ്ട്. ഭരണമില്ലായിരുന്ന സമയത്ത് പോലും ഞാൻ ഒരു വെയർഹൗസിന്റെ ചാർജായിട്ടിരിക്കുന്ന സമയത്ത് പോലും അവിടുത്തെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന ശ്രീ ജേക്കബ്, മുകേഷ് എല്ലാവരും മുമ്പ് തന്നെ തൊഴിലാളികളുടെ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു. നമുക്കത് മാനേജ് എന്ന നിലയിലേക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമായിരുന്നു. അവിടുത്തെ തിരുവല്ലയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ലേബലിംഗുകാരുടെ വിഷയത്തിലൊക്കെ ശ്രീ ജേക്കബൊക്കെ വളരെ കാര്യക്ഷമമായിട്ട് ഇടപെടുന്ന ആൾക്കാരായിരുന്നു. പിന്നീട് അപ്പോൾ അന്ന് നടക്കാത്ത കാര്യങ്ങൾ അന്ന് ഭരണം ഉള്ളപ്പോൾ നടപ്പിലാക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ഇപ്പോൾ ഭരണം മാറിയപ്പോൾ ഉടൻ തന്നെ നാളെ തൊട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് സമരരംഗത്തേക്ക് വരുന്നത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരിക്കൽ ഇരിക്കുമ്പോൾ ഒരു കാര്യം പറയുകയും പിന്നീട് ഭരണം മാറിക്കഴിയുമ്പോൾ അത് അവർക്കൊണ്ട് 10 കൊല്ലം കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യം ഈ ഒരാഴ്ച കൊണ്ട് ഇവർ നടപ്പിലാക്കണമെന്ന് പറയുന്നത് ശരിയായ കാര്യമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതൊരു ശരിയായ പ്രവണതയായിട്ട് മനസ്സിലായില്ല. പിന്നീട് എനിക്ക് തോന്നിയൊരു കാര്യം, വെയർഹൗസിന്റെ മാനേജറായിട്ട് ഇരിക്കുമ്പോൾ വളരെ ഉത്തരവാദിത്തങ്ങളുണ്ട്, നിങ്ങൾക്കും അറിയാം. നമുക്ക് എല്ലാവരെയും ഒരു കോണത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല. ഒരിക്കലും എല്ലാ സ്റ്റാഫുകളെയും ഒരു കോണത്ത് തൃപ്തിപ്പെടുത്താൻ ഒരാൾക്കും പറ്റത്തില്ല. എങ്കിലും പരമാവധി ഒരു മാനേജർ എന്ന നിലയിൽ എല്ലാ ജീവനക്കാരെയും ഒരേ കോണത്ത് കണ്ട് അവിടെ കാറ്റഗറി ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ ആൾക്കാരെയും ഒരുപോലെ കണ്ട് ഒരു ഇടപെടുന്ന ശീലമായിരുന്നു എനിക്കുള്ളത്. എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള ആളുകൾക്ക് എന്നെപ്പറ്റി അതറിയാം. എനിക്കവിടെ ഒരു രാഷ്ട്രീയമൊന്നോ അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഒന്നും വ്യത്യാസമുള്ള ആളല്ല. പറയാൻ കാരണം പിന്നെ നമ്മള് ചില ഷോപ്പുകളിലൊക്കെ ജീവനക്കാരെ അഭാവം വളരെ കൂടുതലായിരുന്നു. പ്രത്യേകിച്ച് പത്തനംതിട്ട വെയർഹൗസിലെയും തിരുവല്ല വെയർഹൗസിലെയും ഉൾനാട്ടിലുള്ള ചില ഷോപ്പുകളിൽ വളരെ വ്യത്യാസമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൊല്ലത്തും തിരുവനന്തപുരത്തും ആ ഒരു ബുദ്ധിമുട്ടില്ല വലുതായിട്ട്. അപ്പൊ നമുക്കൊരു ജീവനക്കാരനെ വേണം എന്ന് പറഞ്ഞ് നമ്മൾ ലെറ്റർ അയക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഘടനയുടെ നേതൃത്വത്തെ വിളിച്ചു പറയുകയാണെങ്കിൽ അത് വലിയ പ്രയാസമാണ്. MD ആണ് നോക്കുന്നത്, അതുകൊണ്ട് വലിയ പ്രയാസമാണെന്നൊക്കെ പറയും. എന്നിട്ട് മാനേജർ എന്ന നിലയിൽ നമ്മൾ ബഹുമാനപ്പെട്ട യോഗേഷ് സാറാണ് അന്ന് MD. ആ സമയത്ത് സാറിനെ നമ്മൾ നേരിട്ട് പോയി കണ്ട് ഒരു ലെറ്റർ തയ്യാറാക്കി കൊടുക്കും. ഇന്ന ജീവനക്കാരെ അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ ഇന്ന ഷോപ്പിലേക്ക് വെക്കണം. അപ്പൊ സാർ പറയുകയാണെങ്കിൽ ജീവനക്കാരെ സജസ്റ്റ് ചെയ്യാനുണ്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ 1-2 ആൾക്കാരുടെ പേരൊക്കെ എഴുതി ഇങ്ങോട്ട് സാറിനെ കാണിച്ച് സാറിന്റെ അപ്രൂവൽ മേടിച്ച്
ആ ഷോപ്പിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ പോസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ട് മുമ്പേ ഗ്രൂപ്പിൽ മെസ്സേജ് വരും, ഇന്ന ആൾക്ക് ഇന്ന ഷോപ്പിലേക്ക് ട്രാൻസ്ഫർ എന്ന് വെച്ച് കൊടുത്ത നേതൃത്വത്തിന് ശിവാദ്യങ്ങൾ. അപ്പൊ ആ കുന്തലത്താര ഷോപ്പ് തുറക്കാൻ വേണ്ടി അപേക്ഷിച്ചെങ്കിലും നാട്ടുകാരായിട്ട് അതിനകത്ത് ഫൈനൽ തീരുമാനം ഉണ്ടായിട്ടില്ലായിരുന്നു. എന്നാൽ അത് വളരെ വേഗം നമുക്ക് ലൈസൻസിന് ഇന്നലെ തിരിച്ചടക്കുകയും ഇപ്പൊ 2 ദിവസത്തേക്കകത്ത് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മുടെ അടഞ്ഞുപോയ വളരെ സെയിൽ കൂടിയ ഒരു ഷോപ്പായിരുന്നു അടഞ്ഞുപോയത്. അപ്പൊ ആ ഷോപ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജേക്കബേട്ടനൊക്കെ വളരെയധികം അതിനകത്ത് ഇടപെട്ടുകൊണ്ടാണ് നമുക്ക് സാധിക്കാൻ സാധിച്ചത്. അതേപോലെ നമ്മുടെ ഈ ജേക്കബേട്ടനും മുകേഷും മറ്റ് എന്നിവരെല്ലാവരും നമ്മളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ത് കാര്യം വിളിച്ചിറക്കിയാലും അതിന് ഒരു നടപടി ഉണ്ടാക്കി തരുന്നുണ്ട്. അതുപോലെ കൊല്ലം വെയർഹൗസ് സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള വെയർഹൗസ് അല്ല. കാരണം അവിടെ ആവശ്യത്തിന് സ്റ്റാഫ് ഉണ്ട്, ആവശ്യത്തിന് ഗോഡൗൺ സ്പേസ് ഉണ്ട്. അപ്പൊ ജീവനക്കാർക്ക് അവർക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ ഗോഡൗൺ ഈ പറഞ്ഞിട്ട് വെയർഹൗസിൽ ജോലി ചെയ്യാൻ പോകുന്നു. അപ്പം എനിക്ക് ഈ കൂടുതലായിട്ടൊന്നും നിങ്ങളോട് പറയാനില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവരും ഈ പറഞ്ഞൊക്കെ ജേക്കബേട്ടനും ഇവിടെ മുകേഷും മറ്റുള്ളവരെല്ലാവരും ഈ കാര്യങ്ങളെല്ലാം നിങ്ങളടുത്ത് പറഞ്ഞു കഴിഞ്ഞു. 2 ദിവസമായിട്ട് രാവിലെയും വൈകുന്നേരത്തും നമ്മളെ വിളിച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയാണ്. അപ്പം ഓരോരോ നിർദ്ദേശങ്ങൾ പറയും. 10 പേരിൽ കൂടുതൽ ഹാളിൽ ഇരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ നിബന്ധനകളുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം നേരത്തെ കയറി വന്നായിരുന്നെങ്കിൽ എൻ്റെ കട്ട പുകയായിരുന്നു. ആ ഒരു ടെൻഷനിലായിരുന്നു ഞാൻ ഇരുന്നത്. അതിനുശേഷം ഇപ്പം ഈ ഒരു അവസാന സമയമായപ്പോഴത്തേക്ക് ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഈ സമ്മേളനം വളരെ ഗംഭീരമായിട്ട് നടത്താൻ സാധിച്ചു. അത് നിങ്ങളെ എല്ലാവരുടെയും സഹകരണവും നിങ്ങളെല്ലാവരുടെ സഹായവും കൊണ്ടാണ്. പിന്നീട് ഒരു കാര്യം കൂടെ അഭ്യർത്ഥിക്കാനുള്ളത്, ഈ വന്ന മെമ്പർഷിപ്പ് 300 രൂപ വെച്ച് ഫീസ് ഉണ്ടായിരുന്നു അല്ലേ? ആ ഫീസ് നമ്മൾ വാങ്ങിയില്ല. ഈ ഒരു സമ്മേളനത്തിന് നമ്മൾ 1 രൂപയുടെ സംഭാവന വാങ്ങിയില്ല. നമ്മൾ ഇത്രയും വർഷവും നമ്മൾ ഒരു സംഭാവന പോലും വാങ്ങാതെ നമ്മുടെ ഈ ഓണം ലെവി വെച്ചാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. ബാക്കി ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നീടുള്ള കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാം. അതുകൊണ്ട് അടുത്ത സമ്മേളനത്തിൽ എല്ലാവരും കൃത്യസമയം പാലിച്ച് എത്തണമെന്നുള്ള അഭ്യർത്ഥനയും, അതോടൊപ്പം നിങ്ങളെ എല്ലാവരുടെ വിഷയങ്ങളും നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയാലും, നമ്മുടെ ആഭാമാനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആഭാമാനമായാലും, നമ്മുടെ PT സജിമോനായാലും, നമ്മുടെ ജോസ് ആന്റണി, അങ്ങനെ സംസ്ഥാന തലത്തിൽ നല്ലൊരു നേതൃത്വയാണ് കൊല്ലത്തിനുള്ളത്. അതോടൊപ്പം തന്നെ ജില്ലാ നേതൃത്വത്തിലും ഞങ്ങൾക്ക് ഏത് വിഷയവും ഏത് സമയത്തും വിളിക്കാവുന്നതാണ്, എന്ത് കാര്യങ്ങളും. പിന്നീട് അടുത്ത ഒരു സമ്മേളനത്തിൽ നമുക്കൊരു വനിതാ വിഭാഗത്തെ ചുമതലപ്പെടുത്തേണ്ടതുണ്ട്. അതിന് അടുത്ത ഒരു മാസത്തിനകം ആ ഒരു കുറവും കൂടി നമ്മൾ നികത്തുന്നതാണ്. വന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അടുത്തതായി നന്ദി രേഖപ്പെടുത്താണ്ട് നമ്മുടെ ജില്ലാ ട്രഷറർ ശ്രീ സജീവിനെ ക്ഷണിച്ചുകൊള്ളുന്നു.